എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ ഇന്നൊരു അഗ്നിപർവ്വതമായി മാറുന്ന കാഴ്ചയ്ക്കാണ് നാം സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള പരമ്പരയിലെ അഞ്ചാമത്തെയും നിർണായകവുമായ T20 പോരാട്ടം തുടങ്ങിയപ്പോൾ തന്നെ കാണികളുടെ ആവേശം അതിന്റെ കൊടുമുടിയിലെത്തിയിരുന്നു. ടോസ് നേടിയ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് ഒട്ടും മടിച്ചു നിൽക്കാതെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തപ്പോൾ അതൊരു വെറും തീരുമാനമായിരുന്നില്ല, മറിച്ച് ഒരു യുദ്ധപ്രഖ്യാപനമായിരുന്നു. ഇന്ത്യയ്ക്കായി ഓപ്പണിംഗിനിറങ്ങിയത് യുവതാരം അഭിഷേക് ശർമ്മയും കേരളത്തിന്റെ സ്വന്തം വികാരമായ സഞ്ജു സാംസണും. ആദ്യ ഓവറിൽ തന്നെ ജേക്കബ് ഡഫിയുടെ സ്വിംഗിനെതിരെ മൂന്നാം പന്തിലൊരു മനോഹരമായ ബൗണ്ടറി പായിച്ച് അഭിഷേക് തന്റെ വരവറിയിച്ചു. അവിടം കൊണ്ടും നിർത്തിയില്ല. അതേ ഓവറിൽ 2 തകർപ്പൻ ഫോറുകൾ കൂടി പറത്തി ഇന്ത്യയ്ക്കൊരു റോക്കറ്റ് സ്റ്റാർട്ട് നൽകി. രണ്ടാം ഓവറിൽ കൈൽ ജാമിസൺ എത്തിയപ്പോൾ സഞ്ജുവിന്റെ ബാറ്റിൽ നിന്നൊരു ഭാഗ്യ ബൗണ്ടറി പിറന്നെങ്കിലും അവസാന പന്തിൽ അഭിഷേക് ശർമ്മ ലോങ് ഓണിന് മുകളിലൂടെ പറത്തിയ 92 മീറ്റർ ഹെലികോപ്റ്റർ ഷോട്ട് സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ചു. എന്നാൽ മൂന്നാം ഓവറിൽ ന്യൂസിലൻഡിന്റെ വേഗതയുടെ രാജകുമാരൻ ലോക്കി ഫെർഗുസൺ എത്തിയതോടെ കളി മാറി. തീ തുപ്പുന്ന പന്തുകൾക്ക് മുന്നിൽ പതറിയ സഞ്ജു സാംസൺ ഒരു ഫുൾ ലെങ്ത് പന്തിൽ ഡ്രൈവിന് ശ്രമിച്ച് ഡീപ് ബാക്ക്വേർഡ് പോയിന്റിൽ ക്യാച്ച് നൽകി മടങ്ങി. വെറും 6 പന്തിൽ 6 റൺസുമായി തങ്ങളുടെ പ്രിയപ്പെട്ട ഹോം ബോയ് തല താഴ്ത്തി മടങ്ങുമ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പരന്നത് ശ്മശാന മൂകതയായിരുന്നു. പക്ഷേ സഞ്ജു പോയതിന്റെ നിരാശ അധികനേരം നീണ്ടുനിന്നില്ല. പിന്നീട് ക്രീസിലെത്തിയ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും ചേർന്ന് ന്യൂസിലൻഡ് ബൌളർമാരെ കശാപ്പ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ 5ാം ഓവറിൽ വീണ്ടും ഫെർഗുസൺ അവതരിച്ചു. 145.3 കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞുവന്ന ഒരു മിന്നൽ പിണർ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് തെറിപ്പിച്ചു. 16 പന്തിൽ 30 റൺസെടുത്ത് അഭിഷേക് മടങ്ങുമ്പോൾ ഇന്ത്യ പവർ പ്ലേയിൽ തന്നെ 2 വിക്കറ്റ് നഷ്ടപ്പെട്ട് പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് യഥാർത്ഥ വെടിക്കെട്ട് തുടങ്ങിയത്. ലോക 1ാം നമ്പർ T20 ബാറ്ററായ സൂര്യകുമാർ യാദവ് ക്രീസിലെത്തി ഇഷാൻ കിഷനൊപ്പം ചേർന്നതോടെ പിന്നെ കണ്ടത് റണ്ണൊഴുക്കിന്റെ ഒരു സുനാമിയായിരുന്നു. സ്പിന്നർമാരെ ലക്ഷ്യമിട്ട ഇരുവരും മൈതാനത്തിന്റെ 4 പാടും പന്തു പറത്തി. 6ാം ഓവറിൽ ഇഷ് സോദിക്കെതിരെ സൂര്യകുമാർ അടിച്ച ആ ഇൻസൈഡ് ഔട്ട് ഷോട്ട് ക്രിക്കറ്റ് സൗന്ദര്യത്തിന്റെ പാരമ്യമായിരുന്നു. 8ാം ഓവറിൽ ന്യൂസിലൻഡ് ക്യാപ്റ്റൻ സാന്റ്നർ പാർട്ട് ടൈം സ്പിന്നറായ ഗ്ലെൻ ഫിലിപ്സിനെ പരീക്ഷിച്ചത് വലിയ അബദ്ധമായിരുന്നു. ഫിലിപ്സിന്റെ ആദ്യ പന്തിൽ തന്നെ മുട്ടുകുത്തി സൂര്യ അടിച്ച സ്ലോഗ് സ്വീപ്പ് ചെന്ന് വീണത് ഗാലറിയുടെ 2ാം നിലയിലായിരുന്നു. ഇത് കണ്ട ആവേശം കയറിയ ഇഷാൻ കിഷൻ 9ാം ഓവറിൽ സോദിയുടെ പന്തിൽ മുട്ടുകുത്തി ഒരു കൂറ്റൻ സിക്സർ പറത്തി സ്കോർ ബോർഡിന് തീപിടിപ്പിച്ചു. 10ാം ഓവറിൽ സാന്റ്നർ നേരിട്ട് പന്തെറിയാൻ വന്നെങ്കിലും രക്ഷയുണ്ടായില്ല. സൂര്യയുടെ സ്ട്രെയിറ്റ് സിക്സും ഇഷാന്റെ കൂറ്റൻ സിക്സും അടക്കം 10 ഓവറിൽ ഇന്ത്യ 102 റൺസ് എന്ന വമ്പൻ സ്കോറിലെത്തി. പിന്നീട് കണ്ടത് ഇഷാൻ കിഷൻ എന്ന കൊടുങ്കാട്ടിനെയാണ്. 11ാം ഓവറിൽ ജാമിസൺ എടിയ 92 മീറ്റർ പുൾ ഷോട്ട് സിക്സർ. 12ാം ഓവറിൽ ഇഷ് സോദിയെ ഇഷാൻ അക്ഷരാർത്ഥത്തിൽ പഞ്ഞിക്കിട്ടു. 3 ഫോറും 2 സിക്സും അടക്കം ആ ഓവറിൽ പിറന്നത് 29 റൺസ്. വെറും 26 പന്തിൽ ഇഷാൻ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. 13ാം ഓവറിൽ ഫെർഗുസൺ എറിഞ്ഞ ഒരു മാരക ബീമർ സൂര്യയുടെ ദേഹത്തേക്ക് പാഞ്ഞെടുത്തെങ്കിലും തൊട്ടടുത്ത പന്തിൽ ഇഷാൻ സിക്സർ പറത്തി ആ 100 റൺസ് കൂട്ടുകെട്ട് പൂർത്തിയാക്കി. 14ാം ഓവറിൽ ഡഫിക്കെതിരെ സൂര്യകുമാർ യാദവ് തുടർച്ചയായി 2 സിക്സറുകൾ പറത്തി വെറും 24 പന്തിൽ തന്റെ അർദ്ധ സെഞ്ചുറി തികച്ചു. എന്നാൽ 15ാം ഓവറിൽ സാന്റ്നറുടെ തന്ത്രപരമായ ബൌളിംഗിൽ സൂര്യ 63-ന് സ്റ്റംപ് ചെയ്യപ്പെട്ട് പുറത്തായി. പക്ഷേ ക്രീസിലെത്തിയത് വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ. 16ാം ഓവറിൽ ജാമിസന്റെ പന്തിൽ ബൗണ്ടറി ലൈനിൽ ഗ്ലെൻ ഫിലിപ്സ് ഇഷാന്റെ ക്യാച്ച് കൈവിട്ടത് സിക്സർ ആവുകയും ഇഷാന് ജീവൻദാനത്തിനൊപ്പം റൺസും ലഭിക്കുകയും ചെയ്തു. 17ാം ഓവറിൽ സാന്റ്നറുടെ പന്ത് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയിലാണ് ഹാർദിക് എത്തിച്ചത്. അതേ ഓവറിൽ അവസാന 2 പന്തിൽ ഇഷാൻ കിഷൻ അടിച്ച 2 ഭീകര സിക്സറുകൾ ന്യൂസിലൻഡിന്റെ മനോവീര്യം തകർത്തു. 17 ഓവർ പിന്നിടുമ്പോൾ ഇന്ത്യ 226 റൺസ്. അവസാന ഓവറുകൾ ഒരു ത്രില്ലർ സിനിമയെ വെല്ലുന്നതായിരുന്നു. 18ാം ഓവറിൽ ഹാർദിക്കിന്റെ സിക്സറിന് പിന്നാലെ 43 പന്തിൽ 10 ഫോറും 6 സിക്സും അടക്കം 103 റൺസ് നേടി ഇഷാൻ കിഷൻ പുറത്തായപ്പോൾ ഗാലറി എഴുന്നേറ്റ് നിന്ന് ആദരവർപ്പിച്ചു. ക്യാപ്റ്റൻ സൂര്യകുമാർ ഓടിയെത്തിയാണ് ഇഷാനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചത്. 19ാം ഓവറിൽ റിങ്കു സിംഗും ഹാർദിക്കും ചേർന്ന് സ്കോർ 250 കടത്തി. അവസാന ഓവറിൽ ജാമിസനെതിൽ ഫുൾ ടോസ് സിക്സർ പറത്തി ഹാർദിക് 17 പന്തിൽ 42-ന് പുറത്തായെങ്കിലും അവസാന പന്തിൽ ശിവം ദുബെ ലോങ് ഓണിന് മുകളിലൂടെ മറ്റൊരു സിക്സർ കൂടി പറത്തി ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 271 റൺസ് എന്ന T20 ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മലയോളം പോന്ന സ്കോറാണ് ഇന്ത്യ പടുത്തുയർത്തിയത്. ന്യൂസിലൻഡിന് ജയിക്കാൻ 272 റൺസ് എന്ന അസാധ്യമായ ലക്ഷ്യം. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കണ്ടതിൽ വെച്ച് ഏറ്റവും ആവേശകരമായ റണ്ണൊഴുക്കിന്റെ ഒരു പൂരത്തിനാണ് ഇന്ന് നാം സാക്ഷ്യം വഹിച്ചത്. എന്നാൽ ഇന്ത്യ ഉയർത്തിയ 272 റൺസ് എന്ന ഹിമാലയത്തോളം പോന്ന വിജയലക്ഷ്യം കണ്ട് ന്യൂസിലൻഡ് ബാറ്റിംഗ് നിര ഭയന്നു വിറയ്ക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കിവീസ് പട തുടക്കത്തിൽ തന്നെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തെ വിറപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നിംഗ്സിന്റെ ആദ്യ ഓവറിൽ തന്നെ അർഷ്ദീപ് സിംഗ് തന്റെ സ്വിംഗ് മാന്ത്രികത പുറത്തെടുത്ത് ടിം സീഫേർട്ടിനെ 5-ന് ഹാർദിക് പാണ്ഡ്യയുടെ കൈകളിലെത്തിച്ച് ഇന്ത്യയ്ക്ക് സ്വപ്നതുല്യമായ തുടക്കം നൽകി. എന്നാൽ ആ ആഹ്ലാദം അധികനേരം നീണ്ടുനിന്നില്ല. പിന്നീട് ക്രീസിലെത്തിയത് കിവി രാക്ഷസൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫിൻ ആലനായിരുന്നു. അർഷ്ദീപ് സിംഗ് എറിഞ്ഞ 3ാം ഓവറിൽ 4, 4, 6, 4, 4 എന്നിങ്ങനെ തുടർച്ചയായി ബൗണ്ടറികൾ പായിച്ച ആലൻ ഇന്ത്യൻ ബൌളിംഗ് നിരയെ കടന്നാക്രമിച്ചു.
വരുൺ ചക്രവർത്തിയെയും അക്സർ പട്ടേലിനെയും നിർദാക്ഷിണ്യം പ്രഹരിച്ച ആലൻ വെറും 38 പന്തിൽ 80 റൺസ് അടിച്ചുകൂട്ടിയപ്പോൾ 272 റൺസ് എന്ന കൂട്ടൻ സ്കോർ പോലും സുരക്ഷിതമല്ലേ എന്ന് ഇന്ത്യൻ ആരാധകർ ഭയന്നുപോയി. രജിൻ രവീന്ദ്രയുമായി ചേർന്ന് 100 റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തിയപ്പോൾ ന്യൂസിലൻഡ് അവിശ്വസനീയമായ ഒരു അട്ടിമറിക്ക് കോപ്പുകൂട്ടുകയായിരുന്നു. പക്ഷേ 9ാം ഓവറിൽ കളിയിലെ യഥാർത്ഥ ട്വിസ്റ്റ് സംഭവിച്ചു. അക്സർ പട്ടേലിന്റെ പന്തിൽ കൂറ്റനടിക്ക് ശ്രമിച്ച ഫിൻ ആലനെ ബൗണ്ടറി ലൈനിൽ റിങ്കു സിംഗ് അതീവ ജാഗ്രതയോടെ കൈപ്പിടിയിൽ ഒതുക്കിയതോടെ ഗാലറി പൊട്ടിത്തെറിച്ചു. അതൊരു വിക്കറ്റല്ല, ഇന്ത്യയുടെ വിജയത്തിലേക്കുള്ള തിരിച്ചുവരവായിരുന്നു. ആലൻ എന്ന വൻമരം വീണതോടെ ന്യൂസിലൻഡിന്റെ പോരാട്ടവീര്യം ചോർന്നുപോയി. 11ാം ഓവറിൽ അപകടകാരിയായ ഗ്ലെൻ ഫിലിപ്സിനെ 7-ന് അക്സർ പട്ടേൽ വീണ്ടും റിങ്കു സിംഗിന്റെ കൈകളിൽ എത്തിച്ചു. തൊട്ടു പിന്നാലെ അർഷ്ദീപ് സിംഗിന്റെ ഊഴമായിരുന്നു. രജിൻ രവീന്ദ്രയെ 30-ന് അക്സറുടെ കൈകളിൽ എത്തിച്ച അർഷ്ദീപ് അതേ ഓവറിൽ ന്യൂസിലൻഡ് ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നറെ 0-ന് മടക്കി അയച്ചു. ഇവിടെയാണ് കൗതുകകരമായ ആ നിമിഷം പിറന്നത്. സൂര്യകുമാർ യാദവ് ക്യാച്ച് എടുക്കും മുൻപേ പന്ത് ബാറ്റിൽ കൊണ്ട നിമിഷം തന്നെ വിക്കറ്റാണെന്ന് ഉറപ്പിച്ച് അർഷ്ദീപ് ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആത്മവിശ്വാസത്തിന്റെ പാരകൂടി. അവിടെ ന്യൂസിലൻഡിന്റെ കഥ കഴിഞ്ഞു. പിന്നീട് വന്ന ഡാരിൽ മിച്ചലോ ബെവോൺ ജേക്കബ്സോ മറ്റു വാലറ്റുകാരോ ഇന്ത്യൻ ബൌളർമാരുടെ കൃത്യതയാർന്ന ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ വിയർത്തു. ആവശ്യമായ റൺ റേറ്റ് മല പോലെ വളർന്നപ്പോൾ സമ്മർദ്ദത്തിനടിപ്പെട്ട ബാക്കി ബാറ്റർമാർക്ക് സിംഗിളുകൾ എടുക്കാൻ പോലും പാടുപെടേണ്ടി വന്നു. ഫിൻ ആലൻ സൃഷ്ടിച്ച കൊടുങ്കാറ്റടങ്ങിയതോടെ മത്സരം പൂർണ്ണമായും ഇന്ത്യയുടെ പരിധിയിലായി. ഒടുവിൽ ന്യൂസിലൻഡ് ബാറ്റിംഗ് നിര നിസ്സഹായരായി കീഴടങ്ങിയപ്പോൾ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യയ്ക്ക് ആധികാരിക ജയമായിരുന്നു. ഇതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 4-1 എന്ന വമ്പൻ മാർജിനിൽ ഇന്ത്യ സ്വന്തമാക്കി. ഇഷാൻ കിഷന്റെ സെഞ്ചുറിയും അർഷ്ദീപ് അക്സർ സഖ്യത്തിന്റെ വിക്കറ്റ് വേട്ടയും ചേർന്നപ്പോൾ ഇന്ത്യയ്ക്ക് ലഭിച്ചത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും തിളക്കമാർന്ന വിജയങ്ങളിൽ ഒന്നായിരുന്നു. ഇഷാൻ കിഷനെ പോലെയുള്ള യുവതാരങ്ങളുടെ ഈ വിസ്ഫോടന ബാറ്റിംഗും സൂര്യകുമാറിന്റെ തന്ത്രപരമായ നേതൃത്വ പാഠവും അർഷ്ദീപ് അക്സർ സഖ്യത്തിന്റെ ഈ മാരക ബൌളിംഗും കാണുമ്പോൾ ഒന്നുറപ്പിക്കാം, വരാനിരിക്കുന്ന ലോകകപ്പിൽ ഇന്ത്യൻ പതാക വാനോളം ഉയരുക തന്നെ ചെയ്യും. ലോകത്തിലെ ഏത് വമ്പൻ ടീമിനെയും തകർത്തെറിയാനുള്ള കരുത്ത് ഈ യുവനിരയ്ക്കുണ്ടെന്ന് ഈ പരമ്പര തെളിയിച്ചു കഴിഞ്ഞു. വരും മത്സരങ്ങളിലും ഇതേ ആവേശത്തോടെ നമ്മുടെ ചുണക്കുട്ടികൾ ഇറങ്ങുമ്പോൾ എതിരാളികളൊന്ന് ഭയക്കുന്നത് നല്ലതാണ്. കാരണം ഇത് പുതിയ ഇന്ത്യയാണ്, ജയിക്കാൻ മാത്രം അറിയാവുന്ന, തോൽക്കാൻ മനസ്സില്ലാത്ത ഇന്ത്യ. വരും മത്സരങ്ങളിലും ഈ തേരോട്ടം തുടരുമെന്നും ലോകകപ്പ് കിരീടം വീണ്ടും ഭാരത മണ്ണിലേക്ക് എത്തുമെന്നും നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ സുവർണ്ണ കാലഘട്ടത്തിന് നമുക്ക് കാത്തിരിക്കാം. ഈ മത്സരത്തെക്കുറിച്ചും ഇന്ത്യയുടെ പ്രകടനങ്ങളെയും ഒക്കെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.